ബഹ്റൈനിലെ 2026 ഹോളിഡേയ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കിയാലോ? അതായത് നമ്മൾ പ്രവാസികൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇക്കൊല്ലം നാട്ടിലേക്ക് പോകാനൊക്കെ പരിപാടികളുണ്ടെങ്കിൽ ഏകദേശം സാധ്യതയുള്ള അവധി ദിനങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. അടുത്തതായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു 5 ദിവസത്തിനുള്ള അവധിക്കാണ് ആദ്യം തന്നെ സാധ്യത കാണുന്നത്. അതായത് മാർച്ച് മാസത്തിൽ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ചിട്ടുള്ള 5 ദിവസത്തെ അവധിക്കുള്ള ചാൻസ് ഉണ്ട്. മാർച്ച് 20-ന് വെള്ളിയാഴ്ച തുടങ്ങി ചൊവ്വാഴ്ച മാർച്ച് 24-ന് അവസാനിക്കുന്ന രീതിയിൽ 5 ദിവസത്തെ അവധിക്കാണ് സാധ്യതയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മെയ് 1-ന് ലേബർ ഡേയോടനുബന്ധിച്ചിട്ടുള്ള അവധി ആൻഡ് മെയ് 1 വരുന്നത് ഒരു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചയും അവധിക്ക് സാധ്യത. അങ്ങനെ ഒരു 3 ദിവസം അവധിക്കാണ് അവിടെ ചാൻസ് ഉള്ളത്. പിന്നെയുള്ളത് ഈ വർഷത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ഹോളിഡേ കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരു 6 ദിവസത്തെ അവധിയാണ്. അതായത് അറഫാ ദിനം മുതൽ മെയ് 26-ാം തീയതി മുതൽ അവധി തുടങ്ങിയിട്ട് ബലിപെരുന്നാളിൻ്റെ ഈ ഒരു അവധി മെയ് 31-ന് അവസാനിക്കുന്ന രീതിയിൽ 6 ദിവസത്തെ അവധിക്കാണ് ചാൻസ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജൂൺ മാസത്തിലേക്ക് പോകണം. ജൂൺ മാസത്തിലെ ഇസ്ലാമിക് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ജൂൺ 17-ന് അവധിക്ക് ചാൻസ് ഉണ്ട്. ദെൻ ആഷുറ അവധി ജൂൺ 26, 27 തീയതികളിലാണ്. പിന്നെ നബിദിനത്തിനോടുള്ള അവധി ഓഗസ്റ്റ് 26-ാം തീയതിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ മാസത്തിലേക്ക് എത്തണം. നാഷണൽ ഡേയോടനുബന്ധിച്ചിട്ട് ഡിസംബർ 16, 17 അവധി. ആൻഡ് ഈ 2 ദിവസങ്ങളും വരുന്നത് വെൻസ്ഡേയും തേഴ്സ്ഡേ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്ത് വെച്ചോളണം. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള അവധിയുടെ കാര്യമൊക്കെ ആകുമ്പോൾ മൂൺ സൈറ്റിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഒഫീഷ്യൽ പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം കണക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രവാസികൾക്ക് വെക്കേഷനൊക്കെ നന്നായിട്ട് ഇക്കൊല്ലം പ്ലാൻ ചെയ്യാവുന്നതാണ്.